Hi friends, welcome to my frogs. ഞാനിന്ന് ഒരു സ്റ്റിച്ചിങ് വീഡിയോ അല്ല, പകരം ഒരു പാചകത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിക്കും ദോശയ്ക്കുമൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സവാള കൊണ്ടുണ്ടാക്കുന്ന ഒരു ചമ്മന്തി, അതുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്ക് 5 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ സാമ്പാറോ അല്ലെങ്കിൽ തേങ്ങാ ചട്നിയോ ഒക്കെ ഉണ്ടാക്കുന്നതിലും എളുപ്പം ഉണ്ടാക്കുകയും പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടാണിത്. അപ്പോൾ നമുക്കിതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് പകരം നമുക്ക് ചെറിയ ഉള്ളിയും എടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി പക്ഷേ എടുക്കുമ്പോൾ കുറേയധികം സമയം വേണ്ടി വരില്ലേ പൊളിച്ചെടുക്കാൻ, അതുകൊണ്ട് സവാളയാണ് ഞാൻ എടുക്കാറുള്ളത്. അതുപോലെ തന്നെ 2 കതിർപ്പ് കറിവേപ്പില. ഇത് പുതിനയിലയാണ്. ഇത് നിർബന്ധമില്ല, ഇപ്പോൾ എനിക്ക് വീട്ടിൽ ഇത് ഉള്ളതുകൊണ്ട് ഞാനിത് എടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും ഒരു പ്രത്യേക ഒരു മണമൊക്കെ ഉണ്ടാവും പുതിനയിലേക്ക് ആകുമ്പോൾ. അപ്പോൾ പുതിനയില ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടി, ഞാനിവിടെ 1/2 സ്പൂണാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എരിവ് അല്പം കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ മുളക് പൊടി ഇടാം. അതുപോലെ ഈ സവാള വഴറ്റാനായിട്ട് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി ആദ്യമായിട്ട് നമുക്ക് ഈ സവാള നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാം. നമ്മൾ മുട്ടക്കറിക്കൊക്കെ അരിയത്തില്ലേ നീളത്തിൽ, അതുപോലെ തിന്നായിട്ട് അരിഞ്ഞെടുക്കുക. ഞാനിവിടെ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിനിയും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചതിന് ശേഷം 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ വെളിച്ചെണ്ണയിലേക്ക് സവാള ഇടുന്നു. എന്നിട്ട് ഈ സവാളയിലേക്ക് നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ സവാള എളുപ്പം വഴണ്ടി കിട്ടുന്നതിനും ഇങ്ങനെ നേരത്തെ ഉപ്പിടുന്നത് നല്ലതാണ്. നമ്മൾ വേറെ ഏത് കറി ഉണ്ടാക്കുമ്പോഴും അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും. നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വഴറ്റുക. ചെറിയ ഒരു ബ്രൗൺ, ഇതിൻ്റെ കളർ ചേഞ്ച് ആകുന്നിടം വരെയും നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ഒരു പകുതിയൊക്കെ വഴണ്ടി കഴിയുമ്പോൾ നമുക്ക് ഈ കറിവേപ്പില ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇത്തിരി അധികം ആയാലും കുഴപ്പമൊന്നുമില്ല, വയറിനൊക്കെ നല്ലതാണ് നമുക്ക്. ആദ്യം കറിവേപ്പില ഇട്ടു. അതിനുശേഷം ഞാൻ അല്പം പുതിനയില കൂടി ഇടുന്നുണ്ട്. പുതിനയില ഉള്ളവരിട്ടാൽ മതി. എല്ലാ വീട്ടിലും ഇപ്പോൾ ഒരു പക്ഷേ പുതിനയില ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് പുതിനയിലയുടെ ടേസ്റ്റും ഇഷ്ടമുള്ളവരാണെങ്കിൽ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിപ്പം നന്നായിട്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്, നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ 1/2 സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. അപ്പോൾ എരിവ് അധികം വേണം എന്നുള്ളവർ അതനുസരിച്ച് മുളക് പൊടി ചേർക്കുക. മുളക് പൊടി ഇട്ട് ഒരു 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കുക. അതിനുശേഷം അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. മുളക് പൊടി ഒത്തിരി ചൂടായി കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി മുളക് പൊടി, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ ആ പാത്രത്തിൽ ഒരു ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടിതിങ്ങനെ ഒരു 5 മിനിറ്റ് ഇതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കുക. പരത്തി ഇങ്ങനെ വെക്കുക. ഇനി നമ്മൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്ന സാധനം ഇടുക. ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷം, ഭയങ്കര ചൂടോടെ എടുത്തിടരുത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മിക്സിക്കുള്ളിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത്. എന്നാൽ നമ്മൾ കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന മിക്സി ആയിരിക്കണം, അല്ലെങ്കിൽ തുടച്ചെടുക്കുക. വെള്ളം ഉണ്ടാവരുത്. നമുക്ക് മിക്സിയുടെ ജാറ് ഒരു 1/2 മിനിറ്റ് അരയ്ക്കാം. അത്രയും അരഞ്ഞാൽ മതി. അല്ലെങ്കിൽ 15 സെക്കൻഡ് വീതം 2 പ്രാവശ്യം ഓണും ഓഫും ചെയ്ത് എടുക്കുക. ഞാനിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഈ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണിത്. നമുക്ക് ചെറിയൊരു മധുരരസം കൂടി തോന്നുന്ന, സവാള ആയതുകൊണ്ട് ചെറിയൊരു മധുരവും എരിവും കൂടിയൊക്കെ കലരുന്ന നല്ലൊരു രുചിയാണിതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് സ്ഥിരമായിട്ട് എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം കമൻറ്റ് ചെയ്യണേ. അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.